പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെയും ക്രിക്കറ്റ് ലോകത്തെയും ഒരുപോലെ ചർച്ചയാക്കുന്നത് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ബാറ്റിംഗ് ഫോമാണ്. സീസണിലെ ആദ്യ 5 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ചെന്നൈ നായകന്റെ ബാറ്റിൽ നിന്ന് കാര്യമായ പ്രകടനങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിലും കായിക നിരീക്ഷകർക്കിടയിലും വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഋതുരാജ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. നിലവിൽ 5 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 63 റൺസ് മാത്രമാണ് ഋതുരാജിന്റെ സമ്പാദ്യം. ചെന്നൈ പോലൊരു വമ്പൻ ടീമിനെ നയിക്കുന്ന ഓപ്പണർ ബാറ്റർക്ക് ഇത് അത്ര ശുഭകരമായ കണക്കല്ല. എന്നാൽ പുറത്തു നിന്നുള്ള ഈ വിമർശനങ്ങളോ മോശം ഫോമോ തന്നെ ഒട്ടും ആശങ്കപ്പെടുത്തുന്നില്ലെന്നും ടീമിന് ആവശ്യമുള്ള നിർണായക ഘട്ടത്തിൽ തന്റെ മികച്ച പ്രകടനങ്ങൾ പുറത്തു വരുമെന്നും ഋതുരാജ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ മത്സരങ്ങളിൽ തനിക്ക് റൺസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണെന്ന് ഋതുരാജ് സമ്മതിക്കുന്നു. എങ്കിലും ടീം കഴിഞ്ഞ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയത് തനിക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തിഗത സ്കോറുകളേക്കാൾ ഉപരി ടീമിന്റെ വിജയത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്നും ആ വിജയം മാനസികമായി റിലാക്സ്ഡ് ആകാൻ തന്നെ സഹായിച്ചെന്നും താരം വ്യക്തമാക്കി. മത്സര സാഹചര്യങ്ങൾക്കനുസരിച്ച് ബാറ്റിംഗിൽ മാറ്റങ്ങൾ വരുത്താൻ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മാനസികമായി താൻ വളരെ മികച്ച നിലയിലാണെന്നും ബാറ്റിംഗിൽ ഉടൻ തന്നെ വലിയ സ്കോറുകൾ കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചു. എന്റെ മികച്ച പ്രകടനങ്ങൾ വഴിയേ വരും എന്ന ഋതുരാജിന്റെ വാക്കുകൾ ചെന്നൈ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നായകൻ ഫോം ഔട്ടായി നിൽക്കുമ്പോഴും ടീമിലെ മറ്റ് സഹതാരങ്ങൾ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് തനിക്ക് വലിയ തുണയാകുന്നുണ്ടെന്ന് ഋതുരാജ് നിരീക്ഷിച്ചു. ടീം ഒത്തൊരുമയോടെയാണ് മുന്നോട്ട് പോകുന്നത്. സഹതാരങ്ങൾ തന്റെ അഭാവം നികത്തുന്ന പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. തന്റെ അവസരം വരുമ്പോൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഇന്നിംഗ്സുകൾ കളിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നട്ടലായിരുന്നു ഋതുരാജ. വിശ്വസ്തനായ ഓപ്പണർ എന്ന നിലയിൽ നിരവധി മത്സരങ്ങളിൽ ടീമിനെ വിജയത്തിലെത്തിച്ച ഋതുരാജിന് ഇത്തവണ പക്ഷേ ആ താളം കണ്ടെത്താൻ കഴിയാത്തതാണ് ആരാധകരെ വിഷമിപ്പിക്കുന്നത്. ടൂർണമെന്റ് പകുതിയിലേക്ക് എത്തുമ്പോൾ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ സ്ഥിരതയില്ലായ്മ ചെന്നൈയെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണ്. തുടർച്ചയായ 5 മത്സരങ്ങളിലും 2 സ്കോറുകളിൽ ഒതുങ്ങിയതോടെ ഗെയ്ക്വാദിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് വരെ ചില കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു. സമ്മർദ്ദം അദ്ദേഹത്തിന്റെ ബാറ്റിംഗിനെ ബാധിക്കുന്നുണ്ടോ എന്നതായിരുന്നു പ്രധാന സംശയം. എന്നാൽ നായകൻ എന്ന നിലയിൽ കൃത്യമായ തീരുമാനങ്ങൾ മൈതാനത്തെടുക്കാൻ ഋതുരാജിന് സാധിക്കുന്നുണ്ടോ എന്നത് ടീം മാനേജ്മെന്റിന് ആശ്വാസം നൽകുന്നു. കഴിഞ്ഞ മത്സരത്തിലെ ചെന്നൈയുടെ വിജയത്തോടെ ഋതുരാജിനെതിരെയുള്ള വിമർശനങ്ങളുടെ മുന ഒടിഞ്ഞിരിക്കുകയാണ്. ടീം വിജയവഴിയിൽ തിരിച്ചെത്തിയത് ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. തോൽവികളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ മറികടക്കാൻ വിജയങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മത്സരശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ടീമിന്റെ കൂട്ടായ പരിശ്രമത്തെ ഋതുരാജ് പ്രശംസിച്ചു. ഓരോ കളിക്കാരനും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. വ്യക്തിഗത പ്രകടനങ്ങൾക്കപ്പുറം ഒരു യൂണിറ്റായി മുന്നേറാനാണ് CSK ശ്രമിക്കുന്നത്. ഈ സീസണിൽ കിരീടം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് തങ്ങളുടെ യാത്രയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരാനിരിക്കുന്ന മത്സരങ്ങൾ ചെന്നൈക്കും ഋതുരാജിനും നിർണായകമാണ്. ഫോമിലേക്ക് തിരിച്ചെത്താൻ ഋതുരാജിന് കൂടുതൽ സമയം നൽകാനാണ് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെയും ടീം ഉടമകളുടെയും തീരുമാനം. നായകന്റെ ആത്മവിശ്വാസം അടുത്ത മത്സരങ്ങളിൽ വലിയ സ്കോറുകളായി മാറുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. CSKയുടെ മന്നപ്പട വീണ്ടും ടോപ്പ് ഗിയറിലാകാൻ ഋതുരാജിന്റെ ബാറ്റിംഗ് മികവ് അത്യന്താപേക്ഷിതമാണ്.